മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് പ്രാർത്ഥനാപൂർവമാണ് നിങ്ങൾ വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നാളെ വെള്ളിയാഴ്ച കുർബാനയിലേക്ക് അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും വിജയം ആഗ്രഹിക്കുന്നു. വിജയിച്ചവരിലേക്കാണ് എല്ലാവരും ആകർഷിക്കപ്പെടുന്നത്. വിജയിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നാണ് അർത്ഥം. ജീവിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിന് വേണ്ടി ജീവിതം കൊടുക്കുന്നവർ കൂടുതൽ അനുഗ്രഹീതരാണ്. ഇതാ കർത്താവിൻ്റെ വചനം പറയുന്നു. ജോയലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിക്കുക, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മകളെ, നന്മയിലേക്ക്, വിജയത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് നമ്മെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. രോഗികളായ മക്കൾക്ക്, നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഒട്ടും പഠിക്കാൻ പറ്റാത്തവരിലേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ രാത്രിയിൽ ദൈവം നമ്മെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഓരോ മനുഷ്യനും ഓരോ അത്ഭുതമാണ്. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് മനുഷ്യൻ. ആകാശത്തിൽ പക്ഷികളെ പോലെ പറക്കാനും കടലിൽ മത്സ്യങ്ങളെ പോലെ നീന്താനും അതൊരു വലിയ കാര്യമല്ലേ? നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ അധ്വാനങ്ങളിലും നമ്മുടെ പദ്ധതികളിലും ദൈവ സാന്നിധ്യം നിറയ്ക്കിയ ഒരു വലിയ കാര്യമല്ലേ? നമ്മുടെ കണ്ണുകൾക്ക് തിളക്കവും നമ്മുടെ പ്രവൃത്തികൾക്ക് വലിയ ഉന്മേഷവും നമ്മുടെ വാക്കുകൾക്ക് ജീവനും തരുന്ന ആ ദൈവം വലിയ കാര്യമല്ലേ നമ്മിൽ പ്രവർത്തിക്കുന്നത്? സ്വയം അറിയാനും അംഗീകരിക്കാനും ഉള്ളവർ, അതൊരു വലിയ ജീവിതമാണ്. മാനസികമായ സംഘർഷങ്ങളിൽ നിയന്ത്രിക്കാൻ പറ്റുന്നത് ഒരു വലിയ ജീവിതമാണ്. ആത്മീയമായ കരുത്ത് അനുനിമിഷം പ്രാപിക്കുന്നത് ഒരു വലിയ കാര്യമാണത്. എല്ലാറ്റിലും നല്ല വശം കാണാൻ സാധിക്കുക, അതൊരു വലിയ കാര്യമാണ്. ഇത് ദൈവമാണ് ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട മകളെ, ഭയന്നും വിഷമിച്ചിരുന്ന് വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പരീക്ഷാ മണിക്കൂറുകളെ ഓർത്ത് വിഷമിക്കുന്ന യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ആഹ്ലാദിക്കുക, കർത്താവ് നിന്റെ പഠനത്തിലും നിന്റെ പരീക്ഷയിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും കുടുംബത്തിലും വലിയ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇതാ കർത്താവ് നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഇപ്പോൾ, ഇന്ന്, ഈ രാത്രിയിൽ തന്നെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മകളെ, ഇതുവരെ കേട്ട 125 പരം വചനങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 124 വചനങ്ങൾ ഇതുവരെ കേട്ടു. അതിൽ നിന്ന് 5 വചനം നിങ്ങളിന്ന് എടുത്ത് ഒന്ന് ചെല്ലുക, അല്ലെങ്കിൽ എഴുതി വയ്ക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളിലൂടെ ഒരു പ്രിയപ്പെട്ട മകനെങ്കിലും ഇന്ന് ഷെയർ ചെയ്തിട്ടേ കിടക്കാവൂ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.